നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് ടൗൺ കോഓപ്പറേറ്റീവ് സഹകരണ സംഘത്തിൽ നിന്ന് CPM കൊടകര ലോക്കൽ സെക്രട്ടറി KV നൈജോ വൻ തുക തട്ടിയെടുത്ത സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് നേതാക്കൾ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. SNDP കൊടകര യൂണിയൻ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം നടത്തി. പുതുക്കാട് ടൗൺ സഹകരണ സംഘത്തിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ CPM കൊടകര ലോക്കൽ സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് BJP കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ ചെക്ക്മേറ്റ് ചെസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ദശദിന പരിശീലന ക്യാമ്പ് സമാപിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പുതുക്കാട് ടൗൺ കോഓപ്പറേറ്റീവ് സഹകരണ സംഘത്തിൽ നിന്ന് CPM കൊടകര ലോക്കൽ സെക്രട്ടറി KV നൈജോ വൻ തുക തട്ടിയെടുത്ത സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് നേതാക്കൾ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പുതുക്കാട് ടൗൺ സഹകരണ സംഘത്തിൽ നിന്നും 85 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തതായി ആരോപിക്കുന്നത്. കുറ്റാരോപിതനായ നേതാവ് ഭാരവാഹിയായിട്ടുള്ള പാർട്ടിയാണ് കൊടകരയിലെ ഫാർമേഴ്സ് സഹകരണ ബാങ്കിന്റെ ഭരണം കൈയാളുന്നതിരിക്കെ ഞായറാഴ്ച ഫാർമേഴ്സ് ബാങ്കിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പ് എത്രത്തോളം ജനാധിപത്യപരമായിരിക്കുമെന്നതിൽ ആശങ്കയുണ്ടെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. കൊടകര ഫാർമേഴ്സ് സഹകരണ ബാങ്കിലും ക്രമക്കേടുകളുണ്ടെന്നും ബാങ്ക് ലാഭത്തിലാണെന്ന് പറയുമ്പോഴും അതിലെ അംഗങ്ങൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. കർഷകരുടെ പേരിൽ സ്ഥാപിതമായിട്ടുള്ള ബാങ്കിനു കീഴിൽ നേരത്തെ ഉണ്ടായിരുന്ന വളം ഡെപ്പോയും കൊയ്ത്ത് യന്ത്രവും ഇപ്പോഴില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സദാശിവൻ കുറുവത്ത്, മണ്ഡലം പ്രസിഡന്റ് ആൻഡ്രു വെട്ടത്തുപറമ്പിൽ, ഷൈൻ മുണ്ടക്കൽ, രഞ്ജിത്ത് കൈപ്പള്ളി, T വിനയൻ, VR രഞ്ജിത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തന്നെ വലിയ ഒരു തട്ടിപ്പിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് കൊടകര ഫാർമേഴ്സ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പുതുക്കാട് ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിൽ 85 ലക്ഷം രൂപയുടെ തിരിമറി നടത്തിയെന്ന് CPMന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നിയോഗിച്ച അന്വേഷണ സമിതി കണ്ടെത്തിയിരിക്കുകയാണ്. ആ റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതുപോലെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് പൂഴ്ത്തിവെക്കുകയും അത് കഴിഞ്ഞ മാർച്ച് മാസം 27-ാം തീയതി കൊടുത്ത റിപ്പോർട്ട് അതിൽ സ്വാഭാവികമായും ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ശുപാർശ ചെയ്തതാണ് ക്രിമിനൽ നടപടി, പോലീസുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ആ റിപ്പോർട്ട് CPM നേതൃത്വത്തിലുള്ള ഭരണസമിതി പൂഴ്ത്തിവെച്ചു. അങ്ങനെ CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നടത്തിയ വലിയ അനധികൃതമായ ഒരു തട്ടിപ്പാണ് അത്. ഈ കൊടകരയിലുള്ള മറ്റൊരു വ്യക്തിയുടെ ഭൂമി അവിടെ പണയപ്പെടുത്തി വായ്പയെടുത്തിരുന്നു. ആ വായ്പയെടുത്ത സംഖ്യ തിരിച്ചടയ്ക്കുന്നതിന് ഇദ്ദേഹത്തിൻ്റെ പേരിൽ, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരിലും ഒരു വ്യാജ വായ്പ സംഘടിപ്പിക്കുകയും ആ പണം എടുത്തുകൊണ്ടാണ് ആ വായ്പ തിരിച്ചടച്ചത്. അതിനുശേഷം മറ്റൊരു വായ്പ എടുത്തു. 29 ലക്ഷം രൂപയിലധികം വില വരുന്ന ഒരു വസ്തു ഈട് നൽകി 55 ലക്ഷം രൂപയുടെ വായ്പ എടുത്തു. അതിനുശേഷം 85 ലക്ഷം രൂപയുടെ ആയി മാറി നിൽക്കുകയാണ്. ഈ ബാങ്കിലെ കർഷകർക്ക് വേണ്ടി കൊടകര ഫാർമേഴ്സ് സഹകരണ ബാങ്ക് എന്നാണ് പേര്. ഫാർമേഴ്സ്, അതാണ് ഏറ്റവും പ്രധാനം. കൊടകരയിലെ ഫാർമേഴ്സ് സഹകരണ ബാങ്ക് കർഷകർക്ക് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 80 വർഷം മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ബാങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കർഷകർക്ക് വേണ്ടി ആദ്യമായിട്ട് ഉണ്ടാക്കിയൊരു വളം ഡെപ്പോ, ഇന്ന് ആ വളം ഡെപ്പോ അവിടെ പ്രവർത്തിക്കുന്നില്ല എന്ന് മാത്രമല്ല, സംഘടിതരായി നിൽക്കുന്നവരെ സഹായിക്കുകയും അസംഘടിതരെ അവഗണിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നതെന്ന് SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി. SNDP യോഗം കൊടകര യൂണിയൻ നിർമ്മിച്ച ആസ്ഥാന മന്ദിരം ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ SNDP യോഗം പ്രസിഡന്റ് ഡോക്ടർ MN സോമൻ അധ്യക്ഷത വഹിച്ചു. SNDP യോഗം ദേവസ്വം സെക്രട്ടറി സന്തോഷ് അരയക്കണ്ടി, ശ്രീനാരായണ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റ് ശ്രീധരൻ ജയകുമാർ, അഖില ഭാരതീയ യജ്ഞസമിതി മുഖ്യപുരോഹിതൻ ഡോക്ടർ അശ്വിനി ദേവ് തന്ത്രി, യൂണിയൻ ജനറൽ സെക്രട്ടറി KR ദിനേശൻ, പി കെ പ്രസന്നൻ, കെ വി സദാനന്ദൻ, അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ, അനൂപ് കെ ദിനേശൻ,
ശ്രീധരൻ നടുവളപ്പിൽ, NB മോഹനൻ, നന്ദകുമാർ ചക്കമലിശ്ശേരി, പ്രഭാകരൻ മുണ്ടയ്ക്കൽ, PK സുഗതൻ എന്നിവർ സംസാരിച്ചു. നേരത്തെ യൂണിയൻ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം യോഗം പ്രസിഡന്റ് ഡോക്ടർ MN സോമനും ഗുരുമന്ദിര സമർപ്പണം ശ്രീധരൻ ജയകുമാറും നിർവഹിച്ചു. വളരെ ഭംഗിയായി തന്നെ സംഘടനാ പ്രവർത്തനം ഇവിടെ നടത്തുവാൻ കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷാത്മകം തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചുള്ള ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ നാളെ ഈ ദിനേശ് ചേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് രാഷ്ട്രീയക്കാരും ഒക്കെ വരാൻ വേണ്ടി പോകുന്ന വേദിയാണ്. ഈ വേദിയിൽ അടുത്ത സമയത്ത് ഈ രാഷ്ട്രീയക്കാരെല്ലാം പ്രസംഗിക്കാൻ വേണ്ടി പോകുന്നൊരു കാര്യം, നാളെ പ്രസംഗിക്കാൻ വേണ്ടി പോകുന്നൊരു കാര്യമുണ്ട്. കേരളം കണ്ട ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ഗുരുദേവൻ, ഏറ്റവും കണ്ട വലിയ വിപ്ലവകാരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഘോരഘോരം അവരൊക്കെ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത് നമുക്ക് നാളെ കാണുവാൻ കഴിയും. ഈ പറയുന്ന ആളുകൾ ആരെങ്കിലും ഏതെങ്കിലും ക്രിസ്ത്യാനികളുടെ വേദികളിലോ മുസ്ലിങ്ങളുടെ വേദികളിലോ പോയിട്ട് നബിത്തിന് വേണ്ടി അല്ലെങ്കിൽ യേശു ക്രിസ്തു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു, വിപ്ലവകാരിയായിരുന്നു എന്ന് ഇവരാരെങ്കിലും പറയാൻ ശ്രമിക്കുമോ? പുതുക്കാട് ടൗൺ സഹകരണ സംഘത്തിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ CPM കൊടകര ലോക്കൽ സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് BJP കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. BJP കൊടകര മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി ടൗണിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം BJP കർഷക മോർച്ച ജില്ലാ സെക്രട്ടറി VK മുരളി ഉദ്ഘാടനം ചെയ്തു. BJP കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് വാഴക്കാലി അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത്, നേതാക്കളായ രഞ്ജിത്ത് കാടുവെട്ടി, KV ബാബു, സജനി സന്തോഷ്, MK പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നെടുന്തൂണുകൾ ഓരോരോന്നായി തകർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. ദിനം പ്രതി നമ്മൾ പത്രങ്ങളിൽ കാണുന്നു, ഓരോരോ സഹകരണ സംഘങ്ങളിൽ നിന്ന് 100, 200, 300 കോടി രൂപ അവിടെ നിന്ന് തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് വർഷങ്ങളായി CPM-ന്റെ നേതൃത്വത്തിൽ ആ സൊസൈറ്റി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇത്രയും വലിയ കൊള്ള നടന്നിട്ടും ഇവരറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബുദ്ധിയെ പരീക്ഷിക്കുന്നതാണ്. സംബന്ധിച്ചിടത്തോളം കൊടകര നാളെ നടക്കുന്ന സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിന് CPM-ന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നേതൃത്വം നൽകുന്ന ലോക്കൽ സെക്രട്ടറിയാണ് സുഹൃത്തുക്കളെ ആ പുതുക്കാട് ടൗൺ സഹകരണ ബാങ്കിലെ ആ തട്ടിപ്പിന്റെ ഒന്നാം പ്രതി. പുതുക്കാട് ടൗൺ സഹകരണ സംഘത്തിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ CPM കൊടകര ലോക്കൽ സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ തന്നെ സമാപിച്ചു. മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി, നേതാക്കളായ MK ഷൈൻ, വിനയൻ തോട്ടാപ്പള്ളി, TM ചന്ദ്രൻ, രഞ്ജിത്ത് കൈപ്പിള്ളി, VR രഞ്ജിത്ത്, സദാശിവൻ കുറുവത്ത് എന്നിവർ നേതൃത്വം നൽകി. മുന്നണി സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറി സഹകാരികളോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡലിന് അർഹമായ ഗുരുവായൂർ ACP TS സിനോജിന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. തുടർന്ന് സർവീസ് പെൻഷൻകാർക്കും ജീവനക്കാർക്കും സർക്കാർ നടപ്പിലാക്കിയ മെഡിസെപ് ചികിത്സാ പദ്ധതിയിലെ അപാകത പരിഹരിക്കുന്നതിനായി ഗുണഭോക്താക്കളുടെ ശില്പശാല സംഘടിപ്പിച്ചു. വരന്തരപ്പള്ളി, തൃക്കൂർ, നെന്മണിക്കര, അളഗപ്പ് നഗർ, പുതുക്കാട്, മറ്റത്തൂർ, കൊടകര എന്നീ യൂണിറ്റുകളിലെ ഭാരവാഹികൾ പരാതികൾ വിശദീകരിച്ചു. 2025 ജൂൺ 30 കാലാവധി തീരുന്ന സാഹചര്യത്തിൽ കുറ്റമറ്റ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ, KO പൊറിഞ്ചു എന്നിവർ ക്ലാസ്സിലെത്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് P തങ്കം ടീച്ചർ, KV രാമകൃഷ്ണൻ, TA വേലായുധൻ, ND പൈലോത്ത്, K സുകുമാരൻ, K സദാനന്ദൻ, MK രമണി എന്നിവർ സംസാരിച്ചു. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സംസ്ഥാന ഗവൺമെന്റ് പോലീസ് അവാർഡ് അഭിജിത്ത് അജിത്ത്, അതുപോലെ തന്നെ ഈ ആലത്തിലൂടെ അശോകനാർപ്പിന്റെ അങ്ങനെ
പിന്നെ രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനം. കടലിലെ തിരമാലകളെ നീന്തി തോൽപ്പിച്ച് ഒരു യുവതി. കൊടകര കാവുന്തറ കൊത്തളത്തിൽ വിനോദ് ബിന്ദു ദമ്പതികളുടെ മകളായ ദേവികയാണ് ദേശീയ കടൽ നീന്തൽ മത്സരത്തിൽ വിജയം കൈവരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച പുതുച്ചേരിയിലെ പോണ്ടി മെറീന ബീച്ചിലായിരുന്നു ദേശീയ മത്സരം. അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, നാഷണലാണ്. ഇപ്പോൾ കുറച്ച് സെലക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് നമ്മൾ ഒരു 6 പേര് കേരളയുടെ ടീമായിട്ട് നമ്മളൊരു 6 പേര് പോയത്. ഞാനും എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന എൻ്റെ കൊളീഗ് ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റുഡൻസ് ഒരു 3 പേരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇത്രയും പേരും കൂടി പോയിട്ടാണ് എല്ലാവർക്കും പ്രൈസോടെ തിരിച്ചു വരാൻ പറ്റി. അത് സീ സ്വിമ്മിങ് കോമ്പറ്റീഷനായിരുന്നു. അത് നാഷണൽ ലെവൽ പോണ്ടി മെറീന ബീച്ചിലായിരുന്നു നമുക്ക് ഈ കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നത്. ഒരു ഞായറാഴ്ച ആയിരുന്നു ഇതിൻ്റെ കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നത്. അതിൽ ഉച്ചയോടുകൂടി നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും പ്രൈസും മെഡലും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. സീ സ്വിമ്മിംഗ് മാരത്തോണിൽ 1/2 കിലോമീറ്റർ മത്സരത്തിൽ എലൈറ്റ് കാറ്റഗറിയിലാണ് ദേവിക ബെസ്റ്റ് ഫിനിഷറായത്. സ്കൂൾ പഠനകാലത്ത് മുതൽ നീന്തൽ പരിശീലിച്ച ദേവിക കേരളോത്സവത്തിലടക്കം നിരവധി സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിട്ടുണ്ട്. മാളയിലെ ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിലെ നീന്തൽ പരിശീലകയാണിപ്പോൾ. മാനന്തവാടി പുത്തൻവീട്ടിൽ നിധിനാണ് ഭർത്താവ്. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ ചെക്ക്മേറ്റ് ചെസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ദശദിന പരിശീലന ക്യാമ്പ് അവസാനിച്ചു. സമാപനത്തോടനുബന്ധിച്ച് ക്ലബ് അംഗങ്ങളായ കുട്ടികൾക്ക് വേണ്ടി ചെസ് ടൂർണമെന്റും സംഘടിപ്പിച്ചു. മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി. പരിശീലനത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകളും മെഡലും നൽകി. EK ഗോപിനാഥന്റെ സ്മരണയ്ക്കായി കുടുംബാംഗങ്ങൾ ചേർന്ന് കൊടകര ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾക്കായി സംഘടിപ്പിച്ചതായിരുന്നു ഈ ചെസ് പരിശീലനം. ഇരുവരും സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. കോച്ചും പ്രസിദ്ധ ചെസ് കളിക്കാരനുമായ പ്രസാദ് സുബ്രഹ്മണ്യനായിരുന്നു പരിശീലകൻ. പീറ്റർ ജോസഫ് ചെസ് ടൂർണമെന്റ് നയിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മിസ്റ്റേഴ്സ് ഡെയ്നി MK സ്വാഗതം ആശംസിച്ചു. PTA പ്രസിഡന്റ് സന്ദേശ് നാരായണൻ, MPTA പ്രസിഡന്റ് മഞ്ജുഷ സതീഷ്, പാർവതി, സോജ എന്നിവർ സംസാരിച്ചു. പ്രയോഗവും ഇത്തരം ക്ലാസുകളിലൂടെ കുട്ടികൾക്ക് നൽകുകയുണ്ടായി. ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് നമുക്ക് സാമ്പത്തികമായി നമ്മെ സഹായിച്ചത് ശ്രീ EK ഗോപിനാഥൻ അവരുടെ SMC ചെയർമാൻ ശ്രീ ബബീഷ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6705 രൂപ, പവന് 53,640 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുക്കാട് ടൗൺ കോഓപ്പറേറ്റീവ് സഹകരണ സംഘത്തിൽ നിന്ന് CPM കൊടകര ലോക്കൽ സെക്രട്ടറി KV നൈജോ വൻ തുക തട്ടിയെടുത്ത സംഭവത്തിൽ സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് നേതാക്കൾ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. SNDP കൊടകര യൂണിയൻ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം നടത്തി. പുതുക്കാട് ടൗൺ സഹകരണ സംഘത്തിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ CPM കൊടകര ലോക്കൽ സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് BJP കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ ചെക്ക്മേറ്റ് ചെസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ദശദിന പരിശീലന ക്യാമ്പ് സമാപിച്ചു.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.